ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന്, അതെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ATM ഒരു ട്രാൻസാക്ഷന് 25 രൂപ വെച്ച് ഈടാക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഫ്രീ 4 എണ്ണം ചെയ്യാം എന്നുള്ളത് നീക്കം ചെയ്യും. മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇപ്പം തന്നെ ചെക്ക് വഴി പിൻവലിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. അത് 1/4/2016 ഉത്തരവ്, ആ ഉത്തരവ് റദ്ദായിട്ടില്ല. അതുപ്രകാരം 25,000 രൂപ താഴെ ക്യാഷ് ബാലൻസ് ഉള്ളവർക്ക് 2 തവണ പിൻവലിക്കാൻ പറ്റും. 25,000-നും 50,000-നും ഇടയ്ക്ക് ക്യാഷ് ബാലൻസ് ഉള്ളവർക്ക് 10 തവണ, 1 ലക്ഷം വരെയുള്ളവർക്ക് 15 തവണ. ഈ 25,000-ൽ താഴെ കാശുള്ള ഒരാൾക്ക് ഈ 2 തവണ കൂടുതൽ ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ചെക്കിനും 50 രൂപയാണ് ഫീസ്. ചെക്ക് ബുക്കുകൾക്കാണെങ്കിൽ ലീഫ് ഒന്നിന് 3 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന് പുറമെയാണത് വരുന്നത്. ഏറ്റവും നീചമായിട്ടുള്ള കാര്യം, ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം നമ്മുടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് ബാങ്കിൽ പോയി ഇടപാട് നടത്താനൊന്നും വലിയ പ്രയാസമാണ്. ഒരു ദിവസം ജോലി പോവും എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏജൻ്റായിട്ട് ബാങ്കിൽ പണം അടയ്ക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ബിസിനസ് കറസ്പോണ്ടൻസ് അവർ വഴിയാണ് പിൻവലിക്കുന്നതെങ്കിൽ 2.5% കൊടുക്കണം. അവരോട് ഡെപ്പോസിറ്റ് ചെയ്താൽ 0.25 ഫീസ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 8 രൂപ വെച്ചിട്ടുണ്ട്. പക്ഷേ വിഡ്രോയലിന് മിനിമം ഉള്ളൂ, 6 രൂപ മിനിമം കൊടുക്കണം. ഈ പാവങ്ങൾ നമ്മുടെ കുടുംബശ്രീക്കാരോ മറ്റുമൊക്കെ കൊണ്ടുപോയി ഇടുന്ന ചെറിയ തുകയുണ്ടല്ലോ, അതിന് മേടിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. മുഷിന നോട്ടുകൾക്ക് 20 പീസിൽ കൂടുതലുണ്ടെങ്കിൽ 2 രൂപ ഒരു പീസിന് വെച്ച് കൊടുക്കണം. ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വിഡ്രോയൽസ് എന്നും പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തത്. അതിൽ എന്താ ഈ ചെറിയ ചാർജുകളാണ്. സ്വന്തം ബാങ്കിൻ്റെ ATM നിന്നാണെങ്കിൽ 10 രൂപ, അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കാണെങ്കിൽ 20 രൂപ, നേരിട്ട് ബാങ്കിൽ നിന്ന് ബ്രാഞ്ചിൽ നിന്ന് എടുക്കുന്നതിനെങ്കിൽ 50 രൂപ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം അന്വേഷിച്ചപ്പോഴാണ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് മനസ്സിലായിരുന്നില്ല. അപ്പോൾ 25 രൂപയാണോ ഇതാണോ ശരി എന്നുള്ള സംശയത്തിലായിരുന്നു. ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അത് ബേസിക് SB അക്കൗണ്ട് എന്നുവെച്ചാൽ 50,000 രൂപ കൂടുതൽ അക്കൗണ്ടിലിടാൻ പറ്റത്തില്ല, 10,000 രൂപ കൂടുതൽ മാസം എടുക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള അക്കൗണ്ട്, 0 ബാലൻസ് അക്കൗണ്ടുകൾ, അവർക്ക് അവരുടെ നിന്നും ഈ പണം ഈടാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ തോതിലുള്ളത്. ഇതുപോലെ തന്നെ മിനിമം ബാലൻസ് വെക്കുന്നതുണ്ട്. മിനിമം ബാലൻസ് റൂറൽ ഏരിയയിൽ 1000, സെമി അർബൺ ഏരിയയിൽ 2000, അർബൺ ഏരിയയിൽ 3000, മെട്രോ ആണെങ്കിൽ 5000. അതില്ലെങ്കിൽ ഫൈൻ വരെ. ഇത് ഒരു പ്രകാരത്തിന് ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ബാങ്കിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും നടത്തുമ്പോൾ എങ്ങനെ ജനങ്ങളെ ബാങ്കിൽ നിന്ന് അകത്താൻ പറ്റുമെന്നുള്ളത് നോക്കണം. ഈ ഭ്രാന്തൻ നടപടിയുടെ പശ്ചാത്തലം SBI ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള നിഷ്ക്രിയ ആസ്തിയുടെ പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ആകെ നിഷ്ക്രിയ ആസ്തി 6.7 ലക്ഷം കോടി രൂപയുടെയാണ്. പക്ഷെ ഇത് മാത്രമല്ല,
റീസ്ട്രക്ചേർഡ് ലോൺസ് ഉണ്ട്. ആ റീസ്ട്രക്ചേർഡ് ലോൺസും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ, റീസ്ട്രക്ചർ വെച്ചാൽ വിജയ് മല്യ 9,000 കോടി എടുത്തു, അത് 2,000 കോടി വെട്ടിച്ചെറിച്ചപ്പോൾ 7,000-ക്കുറിച്ച് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ 7,000 വരുന്നുള്ളൂ. ഈ റീസ്ട്രക്ചർ ചെയ്ത ലോണും കൂടി എടുത്ത് NPA എന്ന് മാറ്റിയുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ 11-12 ലക്ഷം കോടി രൂപ. എന്ന് വെച്ചാൽ ബാങ്കിങ് സെക്ടറിലെ വായ്പയുടെ 14-15% ഇന്ന് NPA. വളരെ രസകരമായ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം, രസം പറയാൻ പറ്റില്ലല്ലോ, കൗതുകരമായിട്ടുള്ള കാര്യം, ഈ NPAയിൽ കുതിപ്പുണ്ടായത് നോട്ട് നിരോധന കാലത്താണ്. നോട്ട് നിരോധന കാലത്താണ്. 2016 ലാസ്റ്റ് 3ാമത്തെ ക്വാർട്ടറിൽ, നവംബറിൽ റിപ്പോർട്ടാണ്, മുൻ വർഷത്തെ അപേക്ഷിച്ച് 56,000 കോടിയായിരുന്നു SBIയുടെ NPA. അതിപ്പോൾ 1 ലക്ഷം കോടിയിലേറെ. ഒരു വർഷം കൊണ്ടുണ്ടായ വർധന നേരെ ഇരട്ടിയാണ് ഈ നോട്ട് നിരോധന കാലത്തെ നമ്മുടെ NPA എടുത്തിട്ടുണ്ട്. ഇന്ന് SBIയുടെ NPA 1.6 ലക്ഷം കോടിയാണ്. പിന്നെ ആരാണ് ഈ കള്ളന്മാരെന്ന് ആരോടും പറയൂലല്ലോ. ഏത് കോർപ്പറേറ്റാണ് മേടിച്ചതെന്നുള്ളത്, ആരാണ് കൊടുക്കാനുള്ളത്. ഏതായാലും ഇതിലെ മഹാഭൂരിപക്ഷവും തുകയും കോർപ്പറേറ്റ് കമ്പനികൾ വായ്പെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? SBIയുടെ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുക. തേർഡ് ക്വാർട്ടറിലെ കണക്ക് വന്നു. തേർഡ് ക്വാർട്ടറിലെ കണക്കിൽ ലാഭം 35% കുറഞ്ഞു. ആ ക്വാർട്ടറിലെ ലാഭം 3,879 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. അത് 2,538 കോടി രൂപയിൽ കുറഞ്ഞു. ഇങ്ങനെ കുറയുന്നതിന് കാരണം എന്താണെന്നറിയാം? ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ്. ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് 3,800 കോടി രൂപയുണ്ടായത് മുൻ വർഷത്തിന് ക്വാർട്ടർ 2015. അത് 7,669 കോടി രൂപയായിട്ട് കൂടി. സ്വാഭാവികമായിട്ട് ലാഭം കുറഞ്ഞു. ലാഭം കുറഞ്ഞപ്പോൾ എന്തുണ്ടായി മാർക്കറ്റിൽ? ഈ റിപ്പോർട്ട് വന്നതിൻ്റെ ദിവസം 3% ഷെയർ പ്രൈസ് ഇടിഞ്ഞത്. നൗ ഇൻട്രസ്റ്റ് കോമ്പറ്റിറ്റീവായതിന് കൂട്ടാൻ പറ്റില്ല. ഇത് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള മൂവാണ്. ജനങ്ങളെ പിഴിഞ്ഞ്, ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനങ്ങളെ പിഴിയുന്ന നയത്തിൻ്റെ ഭാഗമാണ് SBI ഈ സർവീസ് ചാർജുകളും ഫൈനുകളും ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പം എന്താ ഇതിൻ്റെ ഒരു ഇത്? ഇപ്പം ഇങ്ങനെ നഷ്ടം വർദ്ധിക്കാൻ, NPA വർദ്ധിക്കാൻ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോട്ട് നിരോധനം, രണ്ടാമത്തത് ഈ ലയനം ബാധിച്ചിരിക്കുകയാണ്. ഈ ലയിപ്പിച്ച ബാങ്കുകളുടെ ഫിനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ ലയിപ്പിച്ച ബാങ്കുകളിലൊക്കെ വർക്ക് ഏതാണ്ട് നിശ്ചലമാണ്. അവരുടെ നഷ്ടവും കൂടി ഏതാണ് ഇപ്പോൾ SBIയിലേക്ക് ചെല്ലുകയാണ്. ഈ ലയനം താൽക്കാലികമായിട്ടെങ്കിലും SBIക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നു. ഇതിനെ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താ? അതിനെക്കുറിച്ചാണ് എനിക്കിപ്പോൾ വേവലാതിയുള്ളൂ. കാശാരെങ്കിലും ബാങ്കിലിടുന്നു, കാശ് കയ്യിലുള്ള കാശ് കൈവെക്കും. കാശ് കൈ വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കമ്പോളത്തിൽ, എക്കോണമിയിൽ ലഭ്യമായ പണം കുറയാന്നുള്ളതാണ്. എത്രമാത്രം പണം സമ്പദ്ഘടനയിലുണ്ട് ഒരു വർഷം, എത്ര നോട്ടുണ്ടെന്നല്ല പറയാം. ആ നോട്ട് പലവട്ടം കൈമാറും. അപ്പോൾ അതിൻ്റെ വേഗത, എത്ര വേഗതയിൽ കൈമാറും എന്നുള്ളത്, അതിന് വളരെ സഹായകരമായിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്കിലേക്ക് പണം പോകുന്നില്ലെങ്കിൽ ഇതിൻ്റെ വേഗത കുറയും. പണലഭ്യത ഇങ്ങനെ കുറയുന്നത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ പണത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അത് ആണ് സാമ്പത്തിക കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതെന്നൊക്കെയാണ് വാദിച്ചു കൊണ്ടിരുന്നത്.
അതിൽ ക്വാണ്ടിറ്റിയെ നിർണ്ണയിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക മുരടിപ്പിനെ ശക്തിപ്പെടുത്തും. ഈ മാസം 1-ാം തീയതി ആകുമ്പോൾ ആളുകൾ കയ്യിലുള്ള പൈസ ഒന്നും ബാങ്കിൽ കൊടുത്താലല്ലേ വരത്തുള്ളൂ. ഇപ്പം ബാങ്കിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കാശ് വരുന്ന പണം ഇതെല്ലാം നേരിട്ട് ട്രഷറി വഴിയാക്കി. ഇപ്പം ട്രഷറിയിൽ നിന്ന് ബാങ്കിന് ചെക്ക് കൊടുത്താൽ കാശ് കൊടുക്കുന്നില്ല. അവരുടെ പണം ഇല്ലെന്ന് അവർ പറയുന്നത്. ഇത് എങ്ങോട്ടേക്ക് പോണത്? ഇത് ടോട്ടലി ഒരു മാക്രോ ചിത്രം എടുക്കാതെ ആരൊക്കെയോ തീരുമാനിക്കുന്നതാണ്. ഇതുവരെ ആയിട്ടും ഇന്നലെ രാത്രി തുടങ്ങിയ ബഹളം SBIയുടെ ഒരു വിശദീകരണവും ഈ ഉത്തരവ് ശരിയാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ തിരുത്താൻ പോകണമെന്നോ നത്തിങ്. ദ ഹൈറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അത് ഈ നോട്ട് തുടങ്ങിയ പുതിയ പാരമ്പര്യമാണ്. ഞങ്ങൾക്ക് എന്തുവാ, നാട്ടിലെ ജനങ്ങൾ അവരുടെ പൗരാവകാശങ്ങൾ ഇതൊന്നും പ്രശ്നമല്ല. നോട്ട് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ പണം ഡെപ്പോസിറ്റോടെ കിടപ്പുണ്ട്, തരാതിരിക്കാം, എൻ്റെ പണം ഞാൻ എടുത്താൽ ഫൈൻ അടിക്കാം. ഇങ്ങനെയുള്ളൊരു പെർമസീവ്നെസ് ബാങ്കിങ് സെക്ടറിലേക്ക് ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വളരെ വളരെ അപകടകരമാണ്. ഇത് എല്ലാവരും ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഏതായാലും കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇത്തരത്തിലുള്ള സർവീസ് ഫീസ് ഈടാക്കുന്നതല്ല. അത് സാധാരണ മന്ത്രി കേരള ബാങ്ക് തന്നെ ഇങ്ങനെയുള്ള സർവീസ് ഫീ ഞങ്ങൾ ഈടാക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഫീ എന്നല്ല, സർവീസ് ഫീ കളക്ട് ചെയ്തുകൊണ്ടല്ല ആയിരിക്കും എന്ന് അതിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹകരണ ബാങ്കുകളുടെയൊക്കെ പ്രസക്തി കൂടുതൽ വെളിപ്പെടുത്തുന്നതാണ്. ഏത് രീതിയിലായാലും അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. യെസ്, എന്തോ അല്ല, ഗവൺമെൻറ് വി ആർ ട്രൈ ടു മേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രമാത്രം ഇങ്ങനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്യുമെന്ന്? ഇൻ്റർനെറ്റ് ബാങ്കിങ് നടത്തിയാലും സർവീസ് ഫീ ഉണ്ട്, അതിനും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇലക്ട്രോണിക്കലായിട്ട് ട്രാൻസാക്ഷൻ അതിനും ഫീസ് വരുന്നുണ്ട്. ഇങ്ങനെ റാപ്പിഡ് ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മൊബൈൽ ബാങ്കിങ് ഇതിനൊക്കെ 1 ലക്ഷം വരെ 5 രൂപ റേറ്റ് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഉച്ചവരെ മീറ്റ് ചെയ്യരുത്. വല്ല തിരുത്തലോ വിശദീകരണമോ ഉണ്ടെങ്കിൽ ഒരു തിരുത്തലിലോ വിശദീകരണമില്ല. സോ ഗവൺമെൻറ് ഓഫ് കേരള നയം വ്യക്തമാക്കുകയാണ്. ഇന്ന് നമ്മൾ വൈകുന്നേരം വരെ കാക്കാം. ഗവൺമെൻറ് ആയിട്ടുള്ള ഔപചാരികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നില്ല. ബട്ട് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇത് അസംബ്ലിയിൽ ഉയർന്നു വരും. അപ്പോൾ ഏതായാലും SBI ഒരു വിശദീകരണമായിട്ട് വരട്ടെ. ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല. സോ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ തോന്നിവാസം അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രക്ക് ഡെസ്പറേറ്റ് സിറ്റുവേഷനാണെന്ന്. ജസ്റ്റ് ലുക്ക്, ഞാൻ പറഞ്ഞില്ലേ, തേർഡ് ക്വാർട്ടറിലെ സെക്കൻഡ് ക്വാർട്ടറിലെ നോൺ ബാങ്കിങ് NPA ഡബിൾ ചെയ്തിരിക്കുകയാണ്. ഇത് സമീപകാലത്ത് ഫിനാൻഷ്യൽ പത്രങ്ങളിൽ ഒരു ഗ്രാഫ് കൊടുക്കുന്നു ഓരോ ക്വാർട്ടറിലെയും. ഞാൻ ജസ്റ്റ് ലുക്ക്, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് നിങ്ങൾ ജമ്പ് വന്നിരിക്കുന്നത്. പക്ഷേ മെർജർ വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് നാളത്തെങ്കിലും ട്രാൻസാക്ഷൻ നിൽക്കും. പിന്നെ ഇടപാടുകാർക്ക് സംശയങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ ബാങ്കിങ് സെക്ടറിലെ ജീവനക്കാരുടെ ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത് ഈ ലയിപ്പിച്ച ബാങ്കുകളുടെ ട്രാൻസാക്ഷൻസ്
വലുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിൽ പലതും താൽക്കാലികമായിട്ട് ആ ബ്രാഞ്ചുകളൊക്കെ നഷ്ടത്തിലേക്കും എല്ലാം നീങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ കണക്കുകളൊന്നും ലഭ്യമല്ല. നൗ അതിനും കാശ് മേടിക്കാൻ പോയില്ലേ? ഇലക്ട്രോണിക് ട്രാൻസ്ഫറിനും ഫീസ് മേടിക്കുകയല്ലേ, അവരുടെ ക്യാഷ്ലെസ്സിനും ഫീസ് മേടിക്കുകയാണ്. അതിൻ്റെ എല്ലാ വകഭേദങ്ങൾക്കും INB ഇൻ്റർനെറ്റ് ബാങ്കിങ്ങാണ്, MB മൊബൈൽ ബാങ്കിങ്ങാണ്, പിന്നെ UPI USSD ഇങ്ങനെയുള്ള എല്ലാത്തിനും സർവീസ് ചാർജ് വെച്ചിരിക്കുകയാണ്. സോ ഈവൻ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ഇനി ഇത് ഇവരുടെ ഫീസ്, പിന്നെ GST കൂടി വരും കേട്ടോ. GST ഇത് ബാങ്കിങ് ട്രാൻസാക്ഷനിലേക്ക് പോകുന്ന ഒരു 12% ആയിരിക്കും. അപ്പോൾ ഇതിന് നിരക്കിൻ്റെ മേലും 12% സർവീസ് ടാക്സ് കൂടി വരും. അത് SBI ലീഡ് തിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെറിയ കളിക്കാരില്ലേ, അവരും ഫോളോ ചെയ്യും. ദെൻ ആരെങ്കിലും ചിലപ്പോൾ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ഒന്ന് മാറാം. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇത് തങ്ങളുടെ ഒരു അവസരം എന്ന് കണക്കാക്കാം. എന്തോ മേ ബി ഇല്ല, വേറെ വിശീകരണമൊന്നും വന്നില്ലല്ലോ. ഇല്ല, നോടി വി ഹാവ് ബീൻ ലുക്കിംഗ് അറ്റ് ദി ഇന്റർനെറ്റ് ഒന്നും വരുന്നില്ല. NPA ഇങ്ങനെ NPA വന്നതോ? ഒന്ന് വലിയ കോർപ്പറേറ്റ് ലോൺസ് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിലാണ് ലോൺസ് മുഴുവൻ കൊടുക്കും. സാധാരണ ഈ ബാങ്ക് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ തന്നെ 3 വർഷം 5 വർഷമല്ലേ. ഒരു വലിയ റോഡ് പ്രൊജക്റ്റ് ആണെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ 20 വർഷം 10 വർഷം 20 വർഷമാണ്. അപ്പോൾ ഒരിക്കലും ഈ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് എടുത്തിട്ട് ലോങ് ടൈം ലോണിന് കൊടുക്കാൻ പാടില്ലെന്ന വെപ്പ്. ബട്ട് ഈ PPPയുടെ ഭാഗമായിട്ട് ഇവർക്ക് പണം നൽകുന്നതിന് വേണ്ടി ഡയറക്റ്റഡ് ലെൻഡിങ് ആണ്. കണ്ടില്ലേ, ഇപ്പോൾ അദാനിക്ക് ഓസ്ട്രേലിയയിൽ മേടിക്കണം, SBIയുടെ കൊടുക്കാൻ പറ്റുന്ന പരിമിതിയുണ്ട്. അതാണ് ലയിപ്പിച്ചത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലുപ്പത്തിലേക്ക് SBI ഉയർത്തണം. സോ ഇത് ഡയറക്റ്റഡ് ലെൻഡിങ് ആണ്. ഡ്യൂ ഡിലിജൻസ് ഇല്ല, ഇതിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ബാങ്കിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളെല്ലാം ടൈലാകാം, തീരുന്നില്ല. ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം. ഇന്ത്യ ഗവൺമെൻറ്റിനെ സംഭവിച്ചിട്ടുണ്ട്. ഭൂമി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം തീരുന്നില്ല എന്നുള്ളത്. നൗ ദ മോമെൻറ്റ് ഇതിങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകുമ്പോഴേക്കും തിരിച്ചടവുണ്ടാവില്ല. NPA റൈസസ്. സോ ദിസ് ഇൻഫ്രാസ്ട്രക്ചറൽ ലെൻഡിങ് അത് വേണ്ടത്ര ഡിലിജൻസ് ഇല്ലാതെ നടത്തിയിട്ടുള്ളത് ഇതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, ദർ ഹാസ് ബീൻ ഒരു സ്ലോ ഡൗൺ ഇൻ ദി എക്കോണമി. സ്വാഭാവികമായിട്ട് അത് കോർപ്പറേറ്റുകളുടെ ലാഭത്തെ ബാധിച്ചിട്ടുണ്ട്, തിരിച്ചടവിനെ ബാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, ഈ ഇന്ത്യ സർക്കാർ എന്ത് കണക്ക് വേണി പറയട്ടെ, സ്റ്റോക്ക് പൊസിഷൻ വിൽക്കാത്ത ഗുഡ്സിൻ്റെ ഈ 3 മാസക്കാലം അതൊക്കെ പൈലപ്പ് ചെയ്യില്ലായിരുന്നു. ആ നോട്ട് നിരോധന കാലത്ത് ഉണ്ടായിട്ടുള്ള നിരക്ക് ആ കാലത്താണ് NPA കൂടിയിട്ടുള്ളത് വളരെ ഗണ്യമായിട്ട്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. Yeah, we'll talk with them. Now after in the evening we'll be talking with them. കേരള സർക്കാരിൻ്റെ ഒരു വിമർശനം വെച്ച് കഴിഞ്ഞാൽ SBI ബാങ്കിങ് ട്രഷറിയുള്ളതാണ്. ട്രഷറി വരുന്നവർക്ക് കാശല്ല കൊടുക്കുക, ബാങ്കിലേക്കുള്ള ഒരു ചെക്കാ കൊടുക്കും. അതുകൊണ്ട് എന്നാൽ ഹോണർ ചെയ്യുന്നില്ലെങ്കിൽ, കാശ് കൊടുക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടക്കാമെന്ന് ഇപ്പോൾ പല സ്ഥലത്തുനിന്നും ഇതിൻ്റെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഷറി ചെക്ക് വെച്ചിട്ടുണ്ട്, പൈസ തരുന്നില്ല.
No, they have not spoken anything. But I have been speaking to various managers, trying to understand. എന്താ സംഭവിക്കുന്നത്? സോ അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും സൈറ്റിൽ, എടുത്ത് മാറ്റിയിട്ടില്ല. ആൻഡ് നോബഡി ഹാസ് ഡിനൈഡ് ഇറ്റ്. അവർ ഇവിടെ ഉള്ളവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡിഡ്ന്റ് മീറ്റ് ദ ടോപ്പ് ഹിയർ, സം സീനിയർ മാനേജേഴ്സ്, ലെറ്റ് മീ പുട്ട് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ അവർക്കും അറിഞ്ഞുകൂടാ, അവർക്കും ഇത് കണ്ടിട്ടുള്ള അനുഭവം, ഇതിങ്ങനെ വന്നിരിക്കുന്നത് അവർക്കിത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അല്ല, എനിക്കും ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടായത് അവസാനത്തെ ഈ ബേസിക് SB അക്കൗണ്ടിൽ നിന്നുള്ള അഡ്ജക്റ്റീവ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിന് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമാണല്ലോ എന്ന് വിളിച്ച് പല മാനേജേഴ്സും ചോദിച്ചിട്ടും അവർക്കും അറിഞ്ഞൂടാ. SBIയുടെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനങ്ങളെ പിഴിയുന്ന നിലപാടാണ് SBI സ്വീകരിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.